അവർക്ക് ഭൂരിപക്ഷം കിട്ടി ജയിച്ചു വരണ്ടേ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അപ്പം നോക്കാം. അതുകൊണ്ടാണ് NDA മുന്നണിയെ പരാജയപ്പെടുത്തണം, ഒരുമിച്ച് നിൽക്കണം എന്ന് മുസ്ലിം ലീഗ് പറയുന്നത്. അതല്ല, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ BJP നടത്തുന്ന കളികളാണ് ഇതൊക്കെ. തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്, അവർക്ക് വോട്ട് നേടണം, അതിന് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കണം, അതിന് വർഗീയത ആളിക്കത്തിക്കാൻ പറ്റുന്ന എല്ലാ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തും. വർഗീയ കലാപങ്ങൾ വരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് BJP പോകും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്തരം പ്രസ്താവനകൾ. അതിൻ്റെയൊക്കെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ്. ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കുക, പ്രക്ഷോഭം നടത്തുക, കുഴപ്പമുണ്ടാവുക. അങ്ങനെ രാജ്യത്ത് കലാപം ഉണ്ടാകുമ്പോൾ കൺസോളിഡേഷൻ, ജാതീയ വോട്ടുകളുടെ കൺസോളിഡേഷൻ ഉണ്ടാവും. അതാണ് BJP ആഗ്രഹിക്കുന്നത്. ആ വലയിൽ വീഴാൻ ജനാധിപത്യ മതേതര വിശ്വാസികൾ തയ്യാറായാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നിഷ്പ്രയാസം ഈ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താൻ കഴിയും. മുസ്ലിം നേരത്തെ ഒരുങ്ങി കഴിഞ്ഞല്ലോ. എപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നാലും ഞങ്ങൾ റെഡിയാണ്.